ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി കേരള സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശം റദ്ദാക്കിയ ഉത്തരവിലാണ് ഗവർണർക്കെതിരായ വിമർശനം. ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ കോടതി ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ലെന്ന് ഓർമ്മിപ്പിച്ചു. കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്തുവന്നതോടെയാണ് ഗവർണർ നേരിട്ട തിരിച്ചടിയുടെ ആഴം വ്യക്തമായത്. ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളില്ലെന്ന് ഉത്തരവിൽ കോടതി ഓർമ്മിപ്പിക്കുന്നു. ഗവർണറുടെ സെനറ്റ് നോമിനേഷൻ സർവകലാശാല നിയമം അനുസരിച്ചാവണം. സർവകലാശാല നിയമത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ളതാണ് ഗവർണറുടെ നടപടി. ഇത് നിയമവിരുദ്ധവും തെറ്റുമാണ്. ചാൻസലറുടെ നടപടി തുല്യത എന്ന സങ്കല്പത്തിന് വിരുദ്ധവും വിവേചനപരവുമാണെന്നും കോടതി വ്യക്തമാക്കി. വിവേചനാധികാരം യുക്തിപരമായും പക്ഷപാതരഹിതവുമായാണ് വിനിയോഗിക്കേണ്ടത്. ഇക്കാര്യത്തിൽ അതുണ്ടായില്ല. വ്യക്തിപരമായ നിയമമനുസരിച്ചല്ല ഗവർണർ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഗവർണർ നാമനിർദ്ദേശം ചെയ്തവർ അയോഗ്യരാണെന്ന് കോടതി വിലയിരുത്തി. സർവകലാശാല നിയമമനുസരിച്ചുള്ള യോഗ്യത ഗവർണർ നിയമിച്ചവർക്കില്ല. ഗവർണർ നിയമിച്ച 4 പേരും മികച്ച പ്രകടനം കാഴ്ചവെച്ചവരല്ല. അവർ 4 പേരും സർവകലാശാലയുടെ പട്ടികയിലുള്ളവരേക്കാൾ യോഗ്യരല്ലെന്നും ഗവർണറുടെ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കൊച്ചി.